നമസ്കാരം. എന്താണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭിന്നശേഷി? ശാരീരികവും ബുദ്ധിപരവും വൈകാരികവുമായ ഏതെങ്കിലും ന്യൂനതയോ തകരാറോ കാരണം മറ്റ് സമപ്രായക്കാരെ പോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തവരാണ് ഭിന്നശേഷിക്കാർ. കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തേണ്ടതില്ല. ഒരുപാട് കഴിവുകളുള്ള കുഞ്ഞുങ്ങളാണിവർ. ഇവർക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇത്തരം കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ എഡ്യൂക്കേഷനേക്കാൾ നല്ലത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. കാരണം മറ്റു കുട്ടികളെപ്പോലെ തന്നെ ഇവരും വളരട്ടെ, പറക്കട്ടെ. ഇങ്ങനെയൊരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം ഗോപിനാഥും മിതുക്കാടുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയാണ്. അത് എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു വാക്ക് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. ആ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ഏതു ഒരമ്മയ്ക്കും വേദന തോന്നുന്ന കാര്യമാണത്. ഒരു ഭിന്നശേഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അപമാനമേറ്റ ഒരു ഭിന്നശേഷിക്കാരൻ്റെ അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ പഴിയാണിത്. ഗോപിനാഥ് മുതുക്കാട് എന്ന വിഗ്രഹം എൻ്റെ മനസ്സിൽ നിന്നും ഉടഞ്ഞുവെന്ന്. അത് കേട്ടോ. എനിക്ക് ഇതുപോലെ ഒരു മകനോ മകളോ ഉള്ളതിന്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിന്റെ പേരിൽ മാത്രമാണ്. മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. ആണയിട്ട് ഞാൻ വീണ്ടും പറയും. മുതുകാടിനെ പോലുള്ള ആളുകൾക്ക് വളരെയധികം വാക്ചാതുര്യമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെയാണ് വിശ്വസിക്കുക. പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ അച്ഛൻ്റെ വാക്കുകൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചു. മുതുകാട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇതിനേക്കാൾ സ്ട്രോങ്ങിലായിരുന്നു അവരുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത്. ഇതുപോലുള്ളൊരു കുട്ടിയില്ല എനിക്ക്, എന്നിട്ടും ഞാൻ ഇതിൽ ഇറങ്ങി വന്നു, എൻ്റെ ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. ഇങ്ങനെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇന്നിവിടെ ഉണ്ട്. വെറും 300 കുട്ടികൾ മാത്രമാണോ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റിയുള്ള കുട്ടികൾ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എനിക്ക് വിഷമം തോന്നി. നമ്മളിപ്പോൾ കണ്ടത് ഒരു ഇൻ്റർവ്യൂവിലെ വാക്കാണ്. ആ സമയത്തും അദ്ദേഹം ഇങ്ങനെ തന്നെയാണെങ്കിൽ പറയുന്നതെങ്കിൽ എന്തായാലും ഉറപ്പിക്കാം അദ്ദേഹം ആ മീറ്റിങ്ങിലും ഇത് വളരെ ശക്തമായിട്ട് രൂക്ഷമായിട്ട് തന്നെയായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അഹങ്കാരത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇപ്പോഴങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ലാത്ത മീഡിയയുടെ മുന്നിലല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഢ്യത്വം പ്രകടിപ്പിക്കില്ലേ? അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഭിന്നശേഷിക്കാരൻ്റെ വാക്കുകൾ കൂടി കേട്ടു നോക്കൂ. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യം തീർക്കാനായിരുന്നെങ്കിൽ 2018 എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ കാരണം, ഈ അമ്മമാർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവർ പറഞ്ഞത് അവരുടെ അനുഭവങ്ങളാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്കിത് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കാരണം ഇതൊരു ആരോപണങ്ങളല്ല, അനുഭവങ്ങളാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നു എന്ന് ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടി വിശ്വസിക്കാം. കാരണം വെറുതെ വന്ന് അദ്ദേഹത്തെ പോലെ പി ശിഹാബിനെ നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തരണം ചെയ്ത് മുന്നോട്ട് വന്ന തൻ്റേതായ ഒരു സൃഷ്ടിച്ച ഒരു നല്ല കലാകാരനാണ് അദ്ദേഹം. എന്തായാലും ഇത്രയും കാലം അദ്ദേഹം ഇതൊന്നും തുറന്നു പറയാതിരുന്നത് മുതുകാടിൻ്റെ ഭീഷണിയെ തുടർന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ജീവനിൽ കൊതികുള്ളത് കൊണ്ടാണ് അദ്ദേഹം വലിയൊരു വമ്പൻ സ്രാവാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ പാവം കുഞ്ഞു മക്കളോട് അങ്ങനെ ചെയ്യരുതേ. നിഷ്കളങ്കരായി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, എന്ത് പിഴച്ചു? അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണ്? ആ മക്കളെ അങ്ങനെ പ്രദർശന വസ്തുക്കളാകരുതേ. അവരെ പരമാവധി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തണം. പൊതുവിദ്യാലയത്തിൽ പഠിക്കണം ആ കുഞ്ഞുങ്ങൾ. മറ്റു കുട്ടികളെ കൂടെ തന്നെ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും അതിജീവിക്കാൻ ആ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.